മലപ്പുറത്ത് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണ KCB ജീവനക്കാരൻ മരിച്ചു. മലപ്പുറം വിരിപ്പാടം ഇടശ്ശേരി റോഡിലുണ്ടായ അപകടത്തിൽ കാരാട് സെഷൻ ഓഫീസിലെ ലൈൻമാൻ സുരേഷ് ബാബുവാണ് മരിച്ചത്. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കൂടുതൽ വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, എപ്പോഴാണ് സംഭവം ഉണ്ടായത്? ശിവദാസിലേക്ക് വരാം. എന്തായാലും ദാരുണമായൊരു സംഭവം തന്നെയാണ് ഇവിടെ ഉണ്ടായത്. പോസ്റ്റ് മറിഞ്ഞു വീണ ഒരു KCB ജീവനക്കാരൻ മരിച്ചു. മലപ്പുറം വിരിപ്പാടം ആണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. കാരാട് സെഷൻ ഓഫീസിലെ ലൈൻമാൻ കൂടിയായ സുരേഷ് ബാബുവാണ് മരിച്ചത്. മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്തായാലും ഇത്തരം സാധ്യതകളൊക്കെ തന്നെയും KCBയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ജീവനക്കാരുടെ സുരക്ഷയടക്കം അത് ഉറപ്പാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും ഇത്തരം അല്ലെങ്കിൽ അറ്റകുറ്റപ്പണിക്കായി പോകുന്ന ജീവനക്കാർക്കൊക്കെ തന്നെയും കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്തേണ്ടത് KCB തന്നെയാണ്. ഒരുപക്ഷെ ഇതൊക്കെ KCBയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില ഒരുപക്ഷെ അവരുടെ ശ്രദ്ധിക്കാതെ പോയ അശ്രദ്ധക്കുറവിൻ്റെയൊക്കെ ഒരു ഭാഗം തന്നെയാണ് ഇത്തരം അപകടങ്ങളായി കാണേണ്ടി വരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, എന്തായാലും അപകടം ഉണ്ടായിരിക്കുന്നു. വളരെയധികം ദാരുണമായൊരു സംഭവം തന്നെയാണ്. എപ്പോഴാണ് സംഭവിച്ചത്? വിഷ്ണു, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. KCB ജീവനക്കാരനായ സുരേഷ് ബാബുവാണ് ഇത്തരത്തിൽ ഒരു ജോലിക്കിടെ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. കാരാട് സെക്ഷനിലെ ജീവനക്കാരനായിരുന്നു. അതായത് ഈ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ പെയ്തിരുന്നു. അതിനെ തുടർന്ന് വൈദ്യുതി ഉണ്ടായിരുന്നില്ല. ചില ഭാഗങ്ങളിൽ ചില കേടുപാടുകൾ ഉണ്ടായിരുന്നു. ഇത് നന്നാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സുരേഷ് ബാബു ഈ ലൈനിന്റെ മുകളിൽ കയറിയത്. പക്ഷേ ഒരു പഴയ പോസ്റ്റ് ആയിരുന്നു. കാരണം കൃത്യമായി തന്നെ ആ പോസ്റ്റ് നന്നാക്കിയിരുന്നില്ല, അല്ലെങ്കിൽ ആ പോസ്റ്റ് അവിടെ നിന്ന് മാറ്റിയിരുന്നില്ല. പല തവണ നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെ നൽകിയിരുന്നു. പക്ഷേ ഈ പഴയ പോസ്റ്റ് അവിടെ നിന്ന് മാറ്റിയിരുന്നില്ല. ഇതിന്റെ മുകളിൽ കയറിയപ്പോഴാണ് ഈ പോസ്റ്റ് മറിഞ്ഞു വീണ് ഒരു മതിലിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. അങ്ങനെയാണ് സുരേഷ് ബാബു മതിലിൽ തല ഇടിച്ച് മരിക്കുകയായിരുന്നു. ആദ്യം നാട്ടുകാർ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ അപ്പോഴേക്കും മരണപ്പെടുകയായിരുന്നു. നിലവിൽ ഇപ്പോൾ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിഷ്ണു. ശരി, ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.